നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും നമുക്ക് ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആഘോഷങ്ങളുടെ ആഘോഷം എന്ന് പറയുന്ന വിശുദ്ധ പുനരുദ്ധാനത്തിൻ്റെ മഹോത്സവത്തിലേക്കാണ് നാം ഇന്ന് പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കുക. എന്തുകൊണ്ടാണ് പുനരുദ്ധാന ദിവസത്തെ ആഘോഷങ്ങളുടെ ആഘോഷം എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ, അത്രയേറെ മനുഷ്യരോടുകൂടെയുള്ള ദൈവ സ്നേഹത്തെ സ്വർഗം തുറന്ന് വെളിപ്പെടുത്തിയതായ ഒരു ദിനം ആയതുകൊണ്ടാണ് ആഘോഷങ്ങളുടെ ആഘോഷമായി ഈസ്റ്ററിനെ, പുനരുദ്ധാന ദിവസത്തെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കറുത്ത വസ്ത്രങ്ങളുമായി മെഴുകുതിരികളൊന്നുമില്ലാതെ ധ്യാനചിന്തയും പ്രാർത്ഥനയും ഗാനവുമായി മാത്രം യാത്ര ചെയ്ത അതേ വഴിത്താരയിൽ കൂടെ ഇന്ന് മെഴുകുതിരികളുമേന്തി പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുഖത്ത് ചെറുപുഞ്ചിരിയോടുകൂടെ യാത്ര തുടർന്ന, ഞാൻ കടന്നു വന്ന ആ വഴിയിൽ കൂടെ വീണ്ടും ഒരിക്കൽ കൂടെ യാത്ര തുടർന്ന ഒരു ഓർമ്മ ദിനമാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഈ ഒരു ദിനം. അത് ആനന്ദിക്കേണ്ട, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോഴും ആ ഉയർപ്പിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്: പിശാചിൻ്റെ തല തകർത്തു എന്നാണ്, മരണത്തിൻ്റെ വിഷമുള്ള തകർത്തു എന്നാണ് വിളിച്ചു പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, ഹല്ലേലൂയ എന്ന് പാടുന്ന ഒരു ദിനമാണ് വിശുദ്ധ ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്ററിനെ കുറച്ചുകൂടി ആഴത്തിലേക്ക്, പുനരുദ്ധാനത്തിന് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ കുറിക്കുവാനായിട്ട് കഴിയും: മരണത്തിന്, പിശാചിന് എൻ്റെ മേൽ ഇനി അധികാരമില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിനമാണ് ഈസ്റ്റർ. മരണത്തിന് എന്നിൽ അധികാരമില്ല, പിശാചിന് എന്നിൽ അധികാരമില്ല എന്ന് ഞാൻ വിളിച്ചു പറയുന്ന ഒരു ദിനം ആണ് ഈസ്റ്റർ. ഞാൻ എൻ്റെ ജീവിതം ഒന്ന് അവസാനിച്ചാൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ വഴി എനിക്ക് തുറന്നു നൽകുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഈസ്റ്റർ. ഞാനായിരുന്ന ശവക്കല്ലറകൾ വിട്ട്, ഞാനായിരിക്കുന്ന കൂടാരങ്ങൾ വിട്ട്, അടയ്ക്കപ്പെട്ട അവസ്ഥകൾ വിട്ട് തുറക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തു വെള്ളിയാഴ്ച പീഡിപ്പിക്കപ്പെട്ടു, ക്രൂശിൽ തൂങ്ങപ്പെട്ടു, മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, മൂന്നാം ദിവസം തിരുവെഴുത്ത് പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസ പ്രമാണത്തിൽ കൂടെയും വചനത്തിൽ കൂടെയൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു സത്യമാണ്. അതാർക്കും മറച്ചു വെക്കുവാൻ കഴിയുന്ന ഒരു സത്യം, മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു സത്യം. അതിൻ്റെ സാക്ഷികൾ ഞാൻ നിങ്ങളും തന്നെയാണ്. യേശുവിനെ കാണുവാനായിട്ട് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ കണ്ണുനീർ വാർത്ത കണ്ണുകളോടുകൂടെ ക്ഷീണിച്ച മുഖത്തോടും ശരീരത്തോടും നിരാശയുടെ അനുഭവത്തോടുകൂടെ ആയിരുന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നു. ഈ സ്ത്രീകൾ യേശുവിനെ കാണുവാനായിട്ട് ഓടുകയാണ്. അവർ ഓടുന്നത് ശബത്തിൻ്റെ ആ ഒരു ആഴ്ചയുടെ ആദ്യവട്ടത്തിലാണ്, ആഴ്ചയുടെ ആദ്യ ദിവസം. അപ്പോൾ ആഴ്ചയുടെ യഹൂദന്മാരുടെ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസം. ആഴ്ചയുടെ ആദ്യ ദിവസം അവർ യേശുവിനെ കാണുവാനായി കല്ലറയിലേക്ക് ഓടുക. അപ്പൊ കല്ലറയിലേക്ക് ഓടുന്ന സ്ത്രീകളെ കുറിച്ച് ഇവിടെ പറയുന്നത് മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, ശലോം, ഇവർ മൂന്ന് പേരും യേശുവിനെ കാണുവാൻ അതികാലത്ത് എഴുന്നേറ്റ് ഓടുന്നു എന്നാ പറയുന്നത്. പറയുമ്പോൾ അവർക്ക് ഉറക്കമില്ലായിരുന്നു എന്നാണ്. അവർക്ക് ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സമാധാനം ഉറങ്ങുവാൻ കഴിയണം എന്നത് ഇല്ല, സമാധാനം ഇറങ്ങാൻ പറ്റത്തില്ല.
ഞാൻ സ്നേഹിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ ഇനി എന്നിലില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ബോധമുണ്ടാകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയും, നിരാശ ഉണ്ടാകും, തകർന്നു പോകും. ഇനി എപ്പോൾ കാണുവാൻ കഴിയുമെന്നൊരു വെമ്പൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത്തരത്തിലുള്ളൊരു വെമ്പലാണ് ഈ സ്ത്രീ സമൂഹത്തിനുണ്ടാകുന്നത്. അവരിങ്ങനെ ഓടുകയാണ്. ഇവിടെ വചനം പറയുന്നത്, അവർ സുഗന്ധ ദ്രവ്യം വാങ്ങിയിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയിലേക്ക്, യേശുവിന്റെ കല്ലറയിലേക്ക് ഓടി എന്നാണ് പറയുന്നത്. അതികാലത്ത് ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ അടക്കം ചെയ്യ ഇടത്തേക്ക് ഓടിപ്പോകുന്ന ഒരു സ്ത്രീ സമൂഹത്തെ ഇന്ന് തിരുവചനം ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അവർ പോകുമ്പോൾ കുറേ ആകുലത അവിടെ മനസ്സിലുണ്ടായിരുന്നു. കല്ല് ആര് ഉരുട്ടിമാറ്റും, അങ്ങനെ ഒന്നാമത്തെ ആകുലത. രണ്ടാമത് മറ്റൊരു ആകുലത എന്ന് പറയുന്നത് കല്ലറ തുറന്നു കിടക്കുക. അത് സന്തോഷിക്കുന്നു. കല്ലറ തുറന്ന് ആരും ആ കല്ല് ഉരുട്ടി മാറ്റുവാനായിട്ടില്ല, പുരുഷന്മാരായിട്ട് കൂടെ ആരുമില്ല. കല്ല് ഉരുട്ടി മാറ്റുവാൻ സഹായിപ്പാനായിട്ട് ആരുമില്ല. അപ്പൊ എതിർച്ച കല്ല് ഉരുട്ടി മാറ്റി കല്ലറ ഇങ്ങനെ തുറന്നിരിക്കുന്ന കണ്ട് അവർ സന്തോഷിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ വേദനയില്ലാതെ അല്ല ഭാരം ചുമക്കാതെ ഓടിപ്പോയി കാണാമല്ലോ എന്ന ആ ഒരു മനോഭാവത്തോടുകൂടെ അവർ കല്ലറയ്ക്കകത്ത് കടക്കുമ്പോഴാണ് മറ്റൊരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നത്. കല്ലറയ്ക്കകത്ത് കഴിഞ്ഞ രാത്രിയിൽ വെച്ചതായ ക്രിസ്തുവിന്റെ ശരീരം ഇല്ല എന്നത്. ക്രിസ്തുവിനെ കല്ലറ ശൂന്യമായി കിടക്കുക. ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുതച്ചിരുന്ന വസ്ത്രം ഒരിടത്ത് കിടക്കുന്നുണ്ട്, ക്രിസ്തുവിനെ തലയിൽ വെച്ചിരുന്ന ആ മുൾക്കിരീടം ഒരിടത്ത് കിടക്കുക. അങ്ങനെ ആ ക്രിസ്തു ഇല്ലാതെ ഉള്ള ഒരു വസ്ത്രം, ശൂന്യതകളുടെ കല്ലറ, അവർ അതിനകത്തൊന്ന് കാണുകയാണ്. ഒന്ന്, അവർക്ക് നിരാശയായിരുന്നു, വേദനയായിരുന്നു, ആകുലതയായിരുന്നു. രണ്ട്, സന്തോഷിച്ചപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ മറ്റൊരു ആകുലത അവർക്കുണ്ടാകുന്ന, ക്രിസ്തു എവിടെ പോയി എന്ന ഒരു ആകുലത. മൂന്നാമത് അവർക്ക് ആ കല്ലറയിൽ അനുഭവിക്കുവാൻ കഴിയുന്നത് ഒരു ബാല്യക്കാരൻ, വെള്ള നിലങ്കി ധരിച്ച് ഒരു ബാല്യക്കാരൻ ഇരിക്കുന്നത് മാത്രമേ അവർ കാണുവാൻ കഴിയുള്ളൂ. ഈ ബാല്യക്കാരനെ കാണുവാനല്ല അവർ അധികാലത്ത് ഓടിയത്. അവർ ഓടിയത് ക്രിസ്തുവിനെ കാണുവാൻ അത്രയാണ്. എന്തുകൊണ്ടാണ് അധികാലത്ത് ഓടിയത്? കർത്താവ് തന്നെ തൻ്റെ 3.5 വർഷക്കാലത്തെ ജീവിതത്തിൽ, അവൻ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ സമൂഹത്തോടുകൂടെ പഠിപ്പിച്ചത് അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കണമെന്നാണ്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നോക്കുക. അവനെപ്പോഴും അധികാലത്ത് തൻ്റെ അപ്പനോടുകൂടെ ബന്ധപ്പെടുവാൻ നിർജ്ജന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അധികാലത്ത് എന്തുകൊണ്ട് അവർ യേശുവിനെ കാണുവാൻ ഓടിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. യേശു അവരെ പഠിപ്പിച്ചതാണ്. യേശു പഠിപ്പിച്ചത് അവർ ജീവിതത്തെ പ്രാവർത്തികമാക്കിയാണ്. അപ്പൊ അവർ പഠിപ്പിച്ചത് മറന്നു കളയാതെ, പഠിപ്പിച്ചത് ഉൾക്കൊള്ളുവാനുള്ള മനോഭാവത്തോടുകൂടെ അവർ ഒന്ന് ഓടുകയാണ്. അധികാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ യേശുവിൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ മേൽ സുഗന്ധദ്രവ്യം പൂശുവാനോടുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് യഹൂദനായിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അവൻ്റെ ഭൗതിക ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശണം. 3 ദിവസം കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറുവാനായിട്ട് അനുവാദമില്ല. കാരണം അത് ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങും, നാറ്റം വെച്ചു തുടങ്ങും, അത് ജീർണിച്ചു തുടങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ 3 ദിവസവും അവർക്ക് വേണ്ടപ്പെട്ടവർ, അവരെ സ്നേഹിച്ചവർ അവിടെ ഭൗതിക ശരീരത്തിൽ പോയി സുഗന്ധദ്രവ്യങ്ങൾ പൂശി വേണ്ടുന്ന ആചാരങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മടങ്ങി വരിക പതിവായിരുന്നു. അങ്ങനെയുള്ള ഒരു പതിവാണ് ഈ സ്ത്രീകൾ ചെയ്യുന്നത്. ഈ 3 പേരും യേശുവിന്റെ സ്നേഹം അനുഭവിച്ചവരും യേശുവിന്റെ കരുതൽ അനുഭവിച്ചവരും യേശുവിനോടൊപ്പം എല്ലാ കാലത്തും ചേർന്ന് ജീവിച്ചവരും തന്നെയാണ്. ആ പുനരുദ്ധാന ദിവസത്തിൽ യേശുവിനെ കാണുവാൻ പോയവർക്ക് കിട്ടുന്ന സന്ദേശം എന്നത് അവൻ ഇവിടെ ഇല്ല എന്നതാണ്. പ്രിയമുള്ളവരെയും, ഈ ഈസ്റ്റർ സന്ദേശം, ഈ ഈസ്റ്റർ ദിനത്തിൽ, പുനരുദ്ധാന ദിനത്തിലും ഉദ്ധാന ദിനത്തിലും എനിക്ക് നിങ്ങൾക്കും വചനം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. നീ കുഴിച്ചിട്ടവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ കിടക്കുമെന്ന ചിന്തയോടുകൂടെ നീ കുഴിച്ചിട്ടിട്ട് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നതാണ് വിശുദ്ധ പുനരുദ്ധാനത്തിൻ്റെ സന്ദേശം എന്ന് നാം തിരിച്ചറിയണം. യേശു ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസമാണ്. 3-ാം ദിവസം യേശു വെള്ളിയാഴ്ച മരിച്ചു, ശബത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ഉയർത്തെഴുന്നേറ്റ്. അങ്ങനെയാ 3 ദിവസം യഹൂദന്മാരുടെ യേശു വെള്ളിയാഴ്ച ഏകദേശം ഇന്നത്തെ 3 മണിയോടുകൂടെ മരിക്കുക. 3 മണി കഴിഞ്ഞും യഹൂദന്മാരുടെ നിയമമനുസരിച്ച് ശബത്ത് ഒരു ദിവസം ആരംഭിക്കുന്നത് 6 മണി മുതൽ അടുത്ത ദിവസം 6 മണി വരെയാണ് ശബത്ത് ഒരു ദിവസം ആരംഭിക്കുക. അങ്ങനെയാണെങ്കിൽ യേശു 3 മണിക്ക് മരിച്ചു, 6 മണി വരെയും അത് ഒരു ദിവസമായി എണ്ണപ്പെടുന്നതാണ്. തുടർന്ന് 6 മണി മുതൽ അടുത്ത 6 മണി വരെ, ശനിയാഴ്ച 6 മണി വരെ എന്ന് ശബത്തിന്റെ 6 മണി വരെ 2-ാം ദിവസം.
അടുത്തു വരുന്ന 6 മണി മുതൽ അടുത്ത 6 മണി അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ദിവസം 3-ാം ദിവസം. അങ്ങനെയാണ് 3 ദിവസം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ചരിത്രങ്ങൾ, വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ 3-ന് ഒരു പ്രധാനം കൂടെ, 3-ാം ദിവസം സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇങ്ങനെ വെളിവാക്കുകയാണ്. നമുക്ക് നോക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ഹോശേയ 6:2. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. നമുക്ക് വേദപുസ്തകം തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്. 3-ന്റെ പ്രാധാന്യമല്ല, 3 ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുക. 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഇതാണ് പുനരുത്ഥാനത്ത് നൽകുന്ന സന്ദേശം. വേദപുസ്തകം നൽകുന്ന സന്ദേശം 3-ാം ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ ഉത്സാഹിച്ചു കൊള്ളുക എന്ന ഹോശേയ പ്രവാചകൻ പറയപ്പെടുന്നത്. അപ്പോൾ 3-ന് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. ദൈവമാണ് 3-ാം ദിവസം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നത്. 3-ാം ദിവസം ഉത്ഥാനത്തിന്റെ ദിവസമാണ്. 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസമാണ്, പുനരുത്ഥാനത്തിന്റെ ദിവസമാണ് എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് തന്നെ. ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് 3-ാം ദിവസം. തിരുവഴുത്തിന് പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ആ തിരുവഴുത്താണ് ഹോശേയ പ്രവാചകൻ 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന്. 3-ാം ദിവസം ജീവൻ പ്രാപിക്കേണ്ട ദിവസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം എന്തൊക്കെയാണ്? ഒന്നാമത്, ഈസ്റ്റർ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം ഒരിക്കലും സത്യത്തെ മറച്ചു വെക്കുവാൻ കഴിയില്ല എന്നതാണ്. സത്യത്തെ ഒരിക്കലും തളച്ചിടുവാൻ കഴിയില്ല എന്നതാണ് ഒന്നാമത് ഈസ്റ്റർ നൽകുന്ന സന്ദേശം. എന്താണ് സത്യത്തെ മറച്ചിടാൻ കഴിയില്ല എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തന്നെയാണ്. യേശു തന്നെ കുറിച്ച് പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകും. കർത്താവ് സ്വയം പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറയുന്നത് തന്നെയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആരാണ് സത്യം? ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഇപ്പോൾ കിടക്കുന്ന എവിടെയാണ്? ക്രിസ്തുവിനെ ആക്കിയിരിക്കുന്ന കല്ലറയ്ക്കകത്താണ്. കല്ലുകൊണ്ട് അവനെ മൂടി വെച്ചിരിക്കുക, പുറത്തേക്ക് വരുവാനായിട്ട് അനുവാദം കൊടുക്കാതെ അവനെ കല്ലറയ്ക്ക് വെച്ച് മൂടി വെച്ചിരിക്കുക. അത് മനുഷ്യരാ ചെയ്തത്. എന്നാൽ ഈസ്റ്റർ പുനരുത്ഥാനം നമ്മോട് പറയുകയാണ്, ക്രിസ്തു എന്ന സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കുവാനായിട്ടോ തളച്ചിടുവാനായിട്ടോ നമുക്ക് കഴിയില്ല എന്നാണ്. കാരണം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ക്രിസ്തു പഠിപ്പിച്ച പ്രകാരം ആ സത്യത്തെ എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും മൂടി വെക്കുവാൻ കഴിയില്ല എന്ന് ഈ പുനരുത്ഥാന ദിവസത്തെ ഞാനും നിങ്ങളും ഒന്ന് തിരിച്ചറിയണം. വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിനെ മനുഷ്യൻ കല്ലറയിൽ വെച്ച് ആ കല്ലറ പാറക്കഷ്ണം കൊണ്ട് മൂടി അതിനെ സീല് വെച്ച് ഭദ്രമാക്കിയെങ്കിൽ, അതിനെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റത് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവാകുന്ന സത്യത്തെ ഒരിക്കലും കുഴിച്ചിടുവാനായിട്ട് നമുക്ക് സാധ്യമല്ല, ഒരു മനുഷ്യൻ സാധ്യമല്ല എന്ന് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഒരിക്കലും ക്രിസ്തുവാകുന്ന സത്യത്തെ മറച്ചു വെക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ, ക്രിസ്തു ജനത്തിനെതിരെ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ ക്രിസ്തു ജനം മേൽക്കുമേൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് പീഡനം വരുമ്പോൾ മറ്റൊരിടത്ത് ക്രിസ്തു ജനം ഇങ്ങനെ വർദ്ധിക്കുക, തലമുറകളായി വർദ്ധിക്കുക. ഒരു പുതുതായി ജനം ക്രിസ്ത്യാനികളെ കടന്നു വരിക. എന്തുകൊണ്ടാണ്? അവർ കടന്നു വരുന്ന സത്യം അവരെ സ്വതന്ത്രരാക്കുന്നത് കൊണ്ടാണ്. സത്യത്തെ ഒരിക്കലും പീഡിപ്പിക്കുവാനോ മറച്ചു വെക്കുവാനോ കഴിയില്ല എന്ന് പുനരുത്ഥാനം വെളിപ്പെടുത്തുന്നത് കൊണ്ട് ആണ് പ്രിയമുള്ളവരെ പീഡനത്തിലും സത്യത്തിന്റെ വചനമായി നിലനിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് സാധ്യമാകുന്നത്. പുനരുദ്ധാനം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം തന്നെയാണ്, സത്യത്തെ തളച്ചു വെക്കുവാനോ മറച്ചു വെക്കുവാനോ നമുക്ക് കഴിയില്ല എന്നതാണ്. 2, ഈസ്റ്റർ നമുക്ക് രണ്ടാമത് സന്ദേശം നൽകുന്നു, വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മൂടി വെക്കുവാൻ കഴിയില്ല. വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മൂടി വെക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ മരിച്ചാൽ അവരെ ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടത്തി ആ കിടത്തി പെട്ടി അടയ്ക്കുന്നത് വരെയും വെളിച്ചമുണ്ടാകും, പ്രകാശം ഉണ്ടാകും പെട്ടിയിൽ.
എന്നാൽ അടച്ചു കഴിഞ്ഞാലോ അത് ഇരുട്ടായിരിക്കും. യേശു ക്രൂശിൽ കിടന്നപ്പോൾ പ്രകാശമുണ്ടായിരുന്നു, കല്ലറയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ പ്രകാശമുണ്ടായിരുന്നു. പക്ഷേ കല്ലറയിൽ കല്ലുരുട്ടി വെച്ചപ്പോൾ ഇരുട്ട് ആവുകയാണ്. യേശു എന്ന വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുവാനായിട്ട് ശ്രമിച്ചു. ആരൊക്കെയാണ് ഇരുട്ടുകൊണ്ട് മറയ്ക്കുവാൻ ശ്രമിച്ചത്? യേശുവിനെ പീഡിപ്പിച്ചവർ, യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചവർ, യേശുവിനെ ഒറ്റിക്കൊടുത്തവൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഇവരെല്ലാവരും യേശുവിനെ വെളിച്ചമാകുന്ന യേശുവിനെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുവാനായിട്ട് ശ്രമിച്ചു എന്നതാണ്. വെളിച്ചമാകുന്ന ക്രിസ്തു. യോഹന്നാൻ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞത് യോഹന്നാനാ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ ആ യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച്, വെളിച്ചം ആയി വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പുനരുത്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കണം, ഒരിക്കലും എനിക്ക് വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാറ്റാൻ കഴിയും. ഇരുട്ട് കൊണ്ട് വെളിച്ചത്തെ അടച്ചു വെക്കുവാൻ നമുക്ക്. നമ്മുടെ വീടുകളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മെഴുകുതിരിയോ തിരികളോ എന്തെങ്കിലുമൊക്കെ കത്തിക്കും, ഇരുട്ട് നീങ്ങിപ്പോകും. ഒരു തിരി കത്തിക്കുമ്പോൾ ഇരുട്ട് പെട്ടെന്ന് നീങ്ങിപ്പോകും. വെളിച്ചം എന്നിലുണ്ട് എങ്കിൽ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാൻ കഴിയുമ്പോൾ എന്നിലെ ഇരുട്ട് പൂർണ്ണമായി മാറുന്നുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഈ പുനരുദ്ധാനത്തിന്റെ പ്രഭാതത്തിൽ വചനം നമുക്ക് നൽകുന്നത്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ അത് ലോകം മുഴുവൻ വീട്ടിലെല്ലാവർക്കും പ്രകാശം നൽകുന്നതാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈസ്റ്ററിൻ്റെ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, വെളിച്ചത്തെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുവാനോ അടച്ചു വെക്കുവാനോ നമുക്ക് കഴിയില്ല. മൂന്നാമതും അവസാനമായി ഈ പുനരുദ്ധാന സന്ദേശം ദിവസം നമുക്ക് സന്ദേശം നൽകുന്നത് ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ നസ്രയനെ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റും അവൻ ഇവിടെ ഇല്ല. ഈസ്റ്ററിൻ്റെ മൂന്നാമത്തെ സന്ദേശം അവൻ ഇവിടെ ഇല്ല എന്നതാണ്. അവൻ ഇവിടെ ഇല്ല. അവന് വെച്ചത് കല്ലറയിലാണ്, സ്ത്രീകൾ കണ്ടു. ഇപ്പോഴും ഒരു സന്ദേശം അവിടെ കാതുകളിൽ കേൾക്കുകയാണ്, അവൻ ഇവിടെ ഇല്ല എന്നത്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു കല്ലറയിലും ഒരു പാത്രത്തിലും ഒരു ഭവനത്തിലും ഒരു മനുഷ്യരിലും ക്രിസ്തുവിനെ തളച്ചിടാൻ പറ്റില്ല എന്നാണ്. ഒരു ശക്തിക്കും ക്രിസ്തുവിനെ തളച്ചിടാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, എന്നിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ എന്നിൽ തളച്ചിടാൻ പറ്റില്ല. കാരണം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അവൻ ആർക്കും തളച്ചിടുവാനോ അവൻ ആർക്കും ബന്ധിപ്പിക്കുവാനോ കഴിയില്ല. ഇവിടെ ജനം യേശുവിനെ കല്ലറയിൽ വെച്ച് കല്ല് മൂടി തളച്ചിട്ട് എല്ലാവരും ഭവനത്തിൽ പോയപ്പോൾ തിരിച്ച് മറ്റൊരു പ്രഭാതത്തിൽ വന്നു നോക്കുമ്പോൾ കല്ലറ തുറന്നു കിടക്കുന്ന ആ സാഹചര്യത്തെ ബാല്യക്കാരൻ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല എന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ഇന്ന് ക്രിസ്തു ഇല്ലാത്ത ഇടത്തല്ലേ ക്രിസ്തുവിനെ അന്വേഷിക്കുക. ക്രിസ്തു ഇല്ലാത്ത ഇടത്തേക്ക് ഞാൻ നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിച്ച് ഓടുകയാണ്. ക്രിസ്തു ഉള്ള ഇടത്തേക്ക് ഇവിടെ വചനം പറയുക എന്താണ്, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മുമ്പ് അവൻ ഗലീലയ്ക്ക് പോയി എന്നതാണ്. അപ്പോൾ ക്രിസ്തു ഉള്ള ഇടത്ത് ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ, ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയണം. അവൻ കല്ലറകൾ ബന്ധിച്ചിടാൻ കഴിയത്തില്ല, എന്നിൽ ബന്ധിച്ചിടാനായിട്ട് കഴിയില്ല, എൻ്റെ ഭവനത്തിൽ ബന്ധിച്ചിടാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അവൻ വ്യാപിയായിട്ട് ഇങ്ങനെ തീർക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത് ഈസ്റ്റർ നൽകുന്ന സന്ദേശം തന്നെയാണ്, അവൻ ഇവിടെ ഇല്ല എന്ന ഒരു സന്ദേശം കൂടെ നാം ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. പ്രിയമുള്ളവരെ, പുനരുദ്ധാന ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയണം, വേദനിക്കുന്നവൻ വേദനയിൽ നിന്നും എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് പുനരുത്ഥാനം. വീണ് കിടക്കുന്നവൻ ആ വീണ് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നുവോ അതാണ് പുനരുത്ഥാനം. പീഡിപ്പിക്കുന്നവൻ പീഡനങ്ങളെ വിട്ടുമാറ്റി ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നുണ്ടോ അതാണ് പുനരുത്ഥാനം. എൻ്റെ ജീവിത പരാജയങ്ങളുണ്ടായി ഞാൻ എപ്പോഴും പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് എന്ന് ചിന്തിക്കാതെ ഈ പരാജയത്തിൽ ഒരു വിജയമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോയവന് ഒരു പുതിയ പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്നവനാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ലോകത്തിൻ്റെതല്ല,
ഇനി ഞാൻ ലോകത്തിൽ ജീവിക്കേണ്ടവനല്ല, ഞാൻ ദൈവരാജ്യത്തിന് അവകാശിയാണ് എന്ന് ഞാൻ തീരുമാനമെടുക്കുന്നതാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഞാൻ മനുഷ്യൻ്റെതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് ഞാൻ തീരുമാനമെടുക്കുന്നതാണ് പ്രിയമുള്ളവരെ ഉത്ഥാനം എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ആയിരിക്കുന്നിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുവാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തീരുമാനമെടുക്കുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന് നാം തിരിച്ചറിയണം. ഈ ദിനത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശമോ തന്നെയാണ്, വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വിജയത്തിലേക്കൊന്ന് നോക്കി പാർക്കുക. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടുകൂടെ കൺകൾ ഉയർത്തുക, പ്രത്യാശയോടുകൂടെ കൺകൾ ഉയർത്തുക. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്കവിടെ അനുഭവിക്കുവാൻ കഴിയും. കല്ലറകളിൽ മാത്രമല്ല, ശൂന്യതകളിൽ അന്വേഷിക്കുകയല്ല, ക്രിസ്തു ഉള്ളയിടത്ത് ക്രിസ്തുവിനെ അന്വേഷിച്ച് ആ ക്രിസ്തുവിൻ്റെ വചനത്തിനോടൊപ്പം ചേർന്ന് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒരു പുതിയ ശക്തി നമുക്കൊന്ന് അനുഭവിക്കാം. കഴിഞ്ഞ 46 ദിവസങ്ങൾ ഒന്ന് ഉള്ളുവലിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി കാണുന്ന ദിവസങ്ങൾ. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എൻ്റെ ജീവിതം എന്താണ്? ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു? എന്നോട് ഞാൻ ചോദിച്ച ചില ദിവസങ്ങളായിരുന്നു ഏകദേശം 1.5 മാസ കാലയളവെന്ന് പറയുന്നത്. 46 ദിവസങ്ങൾ. ഈ 46 ദിവസം ഉൾവലിഞ്ഞത് ഒരു പുനരുദ്ധാനത്തെ ശക്തി അനുഭവിക്കുവാൻ തന്നെയാണ്, ഒരു ഉയർപ്പിൻ്റെ ശക്തി അനുഭവിക്കുവാൻ തന്നെയാണ്. ആ ഒരു ശക്തി ഇന്ന് ഞാനും നിങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തുവുള്ള ഇടത്തേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ക്രിസ്തുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യാം. ക്രിസ്തുവിനെ കണ്ടെത്താം. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് മുന്നോട്ട് പോകാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുപോലെ ക്രിസ്തേശങ്ങൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.